നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാരിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ഡയബറ്റീസ്, അല്ലെങ്കിൽ അവരൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കിടക്കുന്നത്. ഇങ്ങനെ പ്രീ ഡയബറ്റിക് സ്റ്റേജിലായിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അവർ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്നും? അപ്പോൾ ഒരുപാട് സിംറ്റംസ് അവരുടെ ബോഡിയിൽ കാണിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ എന്നറിയാൻ നമുക്ക് ആക്യുറേറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് HbA1c ആണ്. 3 മാസത്തെ ആവറേജ് നോക്കുക ഷുഗറിൻ്റെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കിനി ഷുഗർ വരാനിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഷുഗർ ഒരു ഫാമിലിയാണ്, ഇപ്പോൾ നിങ്ങളുടെ അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ ഒക്കെ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഫുഡിലൊക്കെ ഒരുപാട് കൺട്രോൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാം. അപ്പോൾ വരാം എന്ന് കരുതിയിട്ട് നമുക്കത് വരണം എന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കി വെക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു 25 വയസ്സൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ നമുക്ക് ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ 3 മാസത്തെ ആവറേജ് ഒന്ന് നോക്കിയാൽ നമുക്കിനി വരാൻ പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഭക്ഷണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ HbA1c ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പം തന്നെ ഒരു 25 വയസ്സിൽ തന്നെ അതൊരു 100 എബോ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെയാണ്. നോക്കണം, HbA1c നോക്കണം, അതുപോലെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും ഒന്ന് നോക്കുക. അപ്പോൾ ഈ ഷുഗറൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. പക്ഷെ നമ്മളത് അറിയാതെ പോയി കഴിഞ്ഞാലാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നു ക്ലിനിക്കിൽ. അപ്പം ആൾ പറഞ്ഞത് അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അച്ഛനൊക്കെ ഷുഗർ ഉണ്ടായിരുന്നു. പക്ഷേ ആളത് അത്രത്തോളം ഒരു സീരിയസ് ആക്കിയില്ല. കാരണം ആൾ കരുതിയത് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചാൽ മതി, അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആൾ നന്നായിട്ട് ഫുഡ് കഴിച്ചിരുന്നു, വലിയ രീതിയിലുള്ളൊരു വ്യായാമങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. കാരണം പലരും ചിന്തിക്കുന്നത് അങ്ങനെയാണ്, എനിക്കിപ്പോൾ ഇത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ ഈ ഒരു പ്രായത്തിൽ എനിക്ക് ഷുഗർ വരില്ല, അപ്പോൾ ഞാൻ അധികം എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലരുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ നേരത്തെ ഷുഗർ പേഷ്യൻസിനെ കാണുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ജെനറ്റിക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, വരണം എന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മുടെ ഭക്ഷണ രീതി അങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ, അപ്പം നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാർ കഴിച്ച ആ ഒരു ഫുഡ് പാറ്റേൺ തന്നെയായിരിക്കാം നിങ്ങളുടെ വീടുകളിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ചോറ്, രാത്രി ചോറ്, അതെങ്ങനെയായിരിക്കും നമ്മളെല്ലാവരും കഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചായയിൽ നന്നായിട്ട് പഞ്ചസാര ആഡ് ചെയ്യാം, ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കുടിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് തന്നെ പോകണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം ടെസ്റ്റാണ്. ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ബോഡിയിൽ കുറച്ച് സിംറ്റംസ് കാണിക്കും. ഇപ്പം അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക, എപ്പോഴും ദാഹം, എപ്പോഴും നിങ്ങൾക്കൊരു യൂറിൻ ടെൻഡൻസി കുറച്ച് കൂടുതലാണ്, വിശപ്പ് കൂടുക, അതുപോലെ തന്നെ ഈ ചോറൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുക, ചോറ് കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുക. പിന്നെ നിങ്ങളൊരു ഹെവി മീൽസ്, ഇപ്പോൾ ഒരു ബിരിയാണിയോ അല്ലെങ്കിൽ നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മധുരം കഴിക്കണം, എപ്പോഴും അത് നിർബന്ധമാണ്. അപ്പോൾ നമ്മളൊരു സദ്യ കഴിക്കുന്ന സമയത്ത് ചിലപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടാവും, അപ്പം നോർമലി നമ്മൾ എടുക്കും. അപ്പോൾ അത് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മളത് കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെയല്ല, അവർക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മധുരം നിർബന്ധമായിട്ടും എടുക്കണം. കാരണം അവരുടെ ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ കൂടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സെല്ലുകൾക്ക് ആവശ്യത്തിനുള്ള എന്ത് കിട്ടുന്നില്ല, കോശങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഊർജ്ജം കിട്ടുന്നില്ല. അപ്പോൾ അവർ വീണ്ടും ക്രേവിങ്സ് ആണ് കാണിക്കുന്നത്, കോശങ്ങൾ വീണ്ടും ക്രേവിങ്സ് കാണിക്കുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും എന്തെങ്കിലും ഷുഗർ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ടെൻഡൻസി നിങ്ങളുടെ ബോഡിയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രീ ഡയബറ്റിക് സ്റ്റേജിൻ്റെ ഒക്കെ സിംറ്റംസ് ആയിരിക്കാം. പിന്നെ അത്തരം വ്യക്തികളിൽ കൊളസ്ട്രോളും ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഫാസ്റ്റിംഗ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലരും റാൻഡം പോയിട്ട് നോക്കാറുണ്ട്. അതുപോലെ തന്നെ PPBS നോക്കണം. ഈ പറഞ്ഞ 3 മാസത്തെ ആവറേജ് ഷുഗറും കൂടി മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഇൻ കേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്താൽ മാത്രം തന്നെ നമുക്കൊരു നോർമൽ കണ്ടീഷനിലോട്ട് വരാം. പ്രീ ഡയബറ്റിക് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഭക്ഷണം കൺട്രോൾ മതി, നമ്മളവിടെ മെഡിസിൻ എടുക്കേണ്ട ഒരു ആവശ്യകതയൊന്നുമില്ല. ഫുഡ് കൺട്രോളും അതുപോലെ തന്നെ എക്സസൈസും നിങ്ങളൊന്ന് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സ്റ്റേബിൾ ആക്കാം. അതായത് ഷുഗർ ലെവലൊക്കെ നിങ്ങൾക്ക് ഒരു നോർമൽ റേഞ്ചിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫുഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഈ 3 നേരം റൈസ് ഐറ്റംസ് കഴിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ കൂടുതലായിട്ടും. അപ്പോൾ അതൊന്ന് ചുരുക്കി ഒരു നേരത്തിലോട്ട് കൊണ്ടുവരിക. ബാക്കി 2 നേരം ചെറുധാന്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഐറ്റംസ്, സാലഡ്സോ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സുകളോ ഇതൊക്കെ കൂടുതലായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. നമ്മൾ മണ്ണിനടിയിൽ നിന്ന് എടുക്കുന്ന പൊട്ടറ്റോ, അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ്, കപ്പ,
മരച്ചീനി, അതുപോലെ തന്നെ കൂർക്കിൽ, ഇങ്ങനെയുള്ള ഐറ്റംസിലൊക്കെ തന്നെ ചേന, ചേമ്പ്, ഇതിലൊക്കെ തന്നെ ഷുഗർ കൂടുതലാണ്. ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന ഷുഗർ കൂടുതലാണ്. അതുകൊണ്ട് അത്തരം ഐറ്റംസുകളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ചില ആളുകൾ പറയാറുണ്ട്, ചില ആളുകളുടെ വീടുകളിൽ എപ്പോഴും കപ്പ പുഴുങ്ങിയതുണ്ടായിരിക്കും. അവർ വൈകുന്നേര സമയങ്ങളിൽ അവരുടെ ഒരു മെയിൻ ഫുഡാണത്. കപ്പ മാത്രം പുഴുങ്ങി കഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കപ്പ കഴിക്കും. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ മറ്റെന്തെങ്കിലും കുറച്ച് ധാന്യങ്ങളോ അല്ലെങ്കിൽ പൾസസ്, പയർ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ടും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അത്ര പ്രശ്നം വരില്ല. കാരണം അവിടെ കപ്പയുടെ അളവ് കുറയും. ചെറുപയർ, കടല, മമ്പയർ, വൻപയർ, ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കായയും ചെറുപയറും കപ്പയും കൂടി ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കും. അതിനകത്ത് നമ്മൾ ഈ കപ്പയുടെ അളവ് കുറവായിരിക്കും. അപ്പം വലിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പം അത് നിർബന്ധമുള്ള ആളുകൾ ആ രീതിയിലൊക്കെ എന്ത് ചെയ്യണം, കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അത് കഴിക്കുക. അതുപോലെ തന്നെ നല്ല മധുരമുള്ളൊരു ഫ്രൂട്ട്സിൻ്റെ സമയം ഉണ്ടാവും. ഈ മാങ്ങ അല്ലെങ്കിൽ ചക്കയൊക്കെ നല്ല പഴുത്തിരിക്കുന്ന സമയം. ഈ സമയങ്ങളിൽ ഷുഗർ പേഷ്യൻസിൻ്റെ വീടുകൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് ഷുഗർ കൂടുതലായിരിക്കും അവർക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ നമുക്ക് ഷുഗറിന് പകരമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റീവിയ പോലെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എക്സസൈസ് നിർബന്ധമാണ്. ഒരു ദിവസം 45 മിനിറ്റെങ്കിലും കൈവീശി നന്നായിട്ട് നടക്കുക. നല്ല പ്രോട്ടീൻസ് കഴിക്കുക. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ മത്സ്യ മാംസങ്ങളും അതുപോലെ തന്നെ പയറ്, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഷുഗർ നോർമൽ കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് പോവുക. ഇതിൻ്റെ അകത്ത് നമ്മൾ നോൺ വെജ് ഒന്നും ഒഴിവാക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു അയ്യോ ഒന്നും കഴിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ഒന്നും നമുക്ക് വരില്ല. അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ മധുരം അല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ റിലീസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡയബറ്റീസോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.